ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് റൈറ്റിംഗ് പ്രാക്ടീസിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും അത് സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെയൊക്കെയാണ് നമ്മൾ റൈറ്റിംഗ് പ്രാക്ടീസിലേക്ക് കുട്ടികളെ കൊണ്ടുപോകേണ്ടത്, ഇത്തരം പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ നമ്മൾ ഒരു ലെറ്ററും അക്ഷരങ്ങളൊക്കെ അതുപോലെ അങ്ങോട്ട് ഒരു ചിത്രം വരയ്ക്കുന്നത് പോലെ എഴുതി വെക്കാറായിരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് പക്ഷേ ഒരു എഴുത്തിങ് പ്രാക്ടീസിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്നതിന് മുമ്പ് കുറേ ലൈൻസ്, സ്ലീപ്പിംഗ് ലൈൻ, സ്റ്റാൻഡിങ് ലൈൻ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ ആദ്യം ചെയ്യിപ്പിച്ചിട്ടാണ് അക്ഷരങ്ങളിലേക്കും ലെറ്ററുകളിലേക്കൊക്കെ കുട്ടികളുടെ എഴുത്തിന് കൊണ്ടുപോകുന്നത്. ശരിക്കും കുട്ടികളെ ഒരു എഴുത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളൊക്കെ ഒരു വയസ്സ് മുതൽ തന്നെ കുഞ്ഞിൻ്റെ കയ്യിൽ പെൻസിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുഞ്ഞിനെ കുത്തി വരക്കാനാണ് നമ്മൾ ആദ്യം കുട്ടീനെ കൊണ്ട് ട്രൈ ചെയ്യിപ്പിക്കുന്നത്. ആ കുത്തിവരകൾ ഇങ്ങനെ ഒരു കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് ആ കുത്തിവരകൾ ഇങ്ങനെ ഓരോ ചിത്രങ്ങളായിട്ട് രൂപപ്പെടുന്നു. അങ്ങനെ വലിയ ചിത്രങ്ങളിൽ നിന്ന് കുഞ്ഞു ചിത്രങ്ങളായിട്ട് മാറുന്നു. അപ്പോൾ നമ്മളൊക്കെ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, നമ്മളൊക്കെ ആദ്യം എഴുത്തൊക്കെ എഴുതുന്ന സമയത്ത് വലിയ എഴുത്തുകളാണ് നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇങ്ങനെ ചെറുതിലേ നമ്മളിങ്ങനെ കുഞ്ഞുങ്ങളെ പെൻസിൽ കൊടുത്ത് കുത്തി വരച്ചുള്ള ആ ഒരു ചിത്രം വര, എന്തെങ്കിലും ഇനിയിപ്പോൾ ചിത്രമായിക്കോണമെന്നില്ല, വരക്കലും ഒക്കെ ആയിട്ട് കുഞ്ഞുങ്ങളങ്ങനെ ശീലിപ്പിച്ച് വരികയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ ആ ഒരു ഫിംഗർ മസിൽ നന്നായിട്ട് ഡെവലപ്പ് ആവുമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഈ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യിക്കുന്നത് വഴി കുട്ടികൾക്ക് എഴുതാനുള്ള മടി ഒന്നാമത്തേതാണ് പറയാനുള്ളത്. കുട്ടികൾക്ക് കൈ വേദനാവും. ഈ കളറിങ്ങും ഈ കുത്തിവരക്കലൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ച് അതൊരു ബുദ്ധിമുട്ടായിരിക്കില്ല. അതല്ലാതെ കുട്ടി ഫസ്റ്റ് തന്നെ എഴുത്തിലേക്ക് കിടക്കുന്ന ഒരു കുട്ടിക്ക് കൈ വേദനയായിരിക്കും, കുട്ടിക്ക് മടുപ്പായിരിക്കും, ആദ്യമൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ഒക്കെ കാണിക്കും. പിന്നെ കുട്ടി പിന്നെ കുട്ടിക്കാണ് കൂടുതൽ എഴുതാൻ വരികയല്ല. അപ്പോൾ അത് വീട്ടിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. നിങ്ങൾ ടീച്ചർക്ക് വേണ്ടിയിട്ട് എഴുതിപ്പിക്കുന്ന പോലെയൊക്കെ നിങ്ങൾ ഹോംവർക്ക് ചെയ്യിപ്പിച്ചൊക്കെ വിടുന്നുണ്ടാവും. പല പാരൻസും കുട്ടികളെ പോലെ എഴുതി വിടുന്ന പാരൻസും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു ഇപ്പോൾ നമ്മൾ ഹോം സ്കൂളിംഗ് ലെസൺ നമ്മൾ കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് നമ്മൾ ആ കുത്തിവരെയും ഇതൊന്നും അല്ലാതെയുള്ള ചില ലൈൻസും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ കുറച്ചായി അത് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ പ്രത്യേകം വീഡിയോ ചെയ്യണം ചോദിച്ചാൽ അങ്ങനെ കുറച്ച് നീണ്ടു പോയതാണ്. അപ്പോൾ അവൻ്റെ ആദ്യത്തെ അപ്പോൾ നമ്മളൊരു ഓർഗനൈസർ എൻ്റെ അടുത്തേക്ക് ബുക്ക് എടുത്ത് വരും, ഞാൻ ബുക്ക് എടുത്തിട്ട് വരാൻ പറയും. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ കുഞ്ഞിനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കും. അങ്ങനെ ഓരോ ഡോട്ട് ഇട്ടിട്ട് നമ്മളെപ്പോഴും ഫസ്റ്റ് കുട്ടിക്ക് നമ്മളിങ്ങനെ ഇപ്പോൾ ഒരു സ്ലീപ്പിംഗ് ലൈൻ ആകട്ടെ അല്ലെങ്കിൽ സ്റ്റാൻഡിങ് ലൈൻ ആണോ, അതങ്ങനെ ഡോട്ടൊന്നും ഇടാതെ ആണെങ്കിൽ അല്ലെങ്കിൽ ട്രേസ് ചെയ്യിപ്പിക്കാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുട്ടിക്കത് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ട്രേസ് ചെയ്യിപ്പിക്കുമ്പോൾ അത് കുറച്ചും കൂടി ഈസിയാണ്. അങ്ങനെ പിന്നെ നമുക്കിപ്പോൾ അവനിപ്പോൾ ഇതൊക്കെ അവൻ തന്നെ ചെയ്തതാണ്, കാണുന്നുണ്ടാവും. അതാ എന്താ വെച്ചാൽ ഇപ്പോൾ എല്ലാം നന്നായിക്കൊള്ളൊന്നുമില്ല, ഭയങ്കര സ്ലോ ആയിട്ട് തന്നെ എഴുത്തിൻ്റെ ഒരു ഭംഗി വരുള്ളൂ. ഇത് നമുക്ക് അവരെ കൊണ്ടുള്ള ഒരു പ്രാക്ടീസ് മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ ചിലതൊക്കെ നന്നായിട്ടുണ്ട്, ചിലതൊക്കെ ഓരോ മൂഡിനനുസരിച്ചാണ്. ചിലപ്പോൾ ഇപ്പോൾ ഞാനിതാ ഡോട്ടൊന്നും ഇടാതെ അവനോട് സ്വന്തം ഞാൻ സ്റ്റാൻഡിങ് ലൈന് വരക്കാൻ പറഞ്ഞാണ് പോയത് കണ്ടോ. അപ്പോൾ ഇങ്ങനെ ഇത് നമ്മൾ ട്രേസ് ചെയ്യുമ്പോൾ ഉള്ളത് വ്യത്യാസം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോഴും ട്രേസ് ചെയ്യാനും പറ്റില്ല, സ്വന്തം ആയിട്ട് കുട്ടികൾ വരയ്ക്കാൻ തന്നെ പറയണം. അപ്പോൾ എപ്പോഴും സ്റ്റാൻഡിങ് ലൈനും സ്ലീപ്പിംഗ് ലൈനും തന്നെയാണ് ഏറ്റവും ബെറ്റർ ഫസ്റ്റ്. ഞങ്ങളിങ്ങനെ ഓരോ വരകൾ ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഞങ്ങൾ നല്ല രസമായിട്ട് അവനിങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആവുന്ന തരത്തിൽ ഞങ്ങൾ പലതും ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ ചാടി ഇങ്ങനെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ആനിമൽസ് ഇങ്ങനെ ഇപ്പോൾ കങ്കാരു ആവട്ടെ, റാബിറ്റ്, ഫ്രോഗ്, ഇതൊക്കെ നമ്മളിങ്ങനെ ചാടി പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തതാണ്. അപ്പ് ആൻഡ് ഡൗൺ ലൈൻസ് ആണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ ആ സമയത്ത് നമ്മൾ പറയും ആദ്യം ഇപ്പോൾ മല കയറുകയാണ്, ഇപ്പോൾ കയറും, മല ഇറങ്ങുന്നു, മല കയറുന്നു, അങ്ങനെ അവനെ എങ്ങനെയൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് ആക്കാൻ പറ്റുന്നു അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യാറുള്ളത്. ഇപ്പോൾ ഇങ്ങനെ വരച്ചെടുത്തിട്ട് നമ്മൾ പറയും ഇഞ്ചി പോവും പുഴു ഇങ്ങനെ അങ്ങനെ പോവും, ഇങ്ങനെ പൊക്കും, ഇങ്ങനെ പോവും, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. കുട്ടിക്ക് ഇൻട്രസ്റ്റ് ആവുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പോൾ ഇങ്ങനെ ഫ്ലവേഴ്സ് തേടി പോവാണ്, ഇങ്ങനെ തേന് പിടിക്കാൻ വേണ്ടി പോവാണ്, അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, കുഞ്ഞിനെങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന തരത്തിൽ തന്നെയാണ് നമ്മൾ സംസാരിക്കാറുള്ളത്. എഴുത്തിൻ്റെ നമ്മൾ ചിലപ്പോൾ ഒരു കൂടെ ഇരിക്കേണ്ടി വരും. ചില സമയത്ത് നമ്മൾ അടുക്കളയിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അവൻ്റെ കൂടെ നമ്മൾ കിച്ചണിൽ വന്നിരിക്കും.
അപ്പോൾ അവനവൻ്റെ വർക്കും ചെയ്യുന്നുണ്ടാവും, സംസാരിക്കുന്നുണ്ടാവും അങ്ങനെ. അപ്പോൾ നമുക്കത് ശ്രദ്ധിക്കാനും പറ്റും. അവനൊരു വർക്കായിരിക്കും ചെയ്യും. കുട്ടികളിങ്ങനെ പിന്നെ ബോറടിക്കണം എന്നുള്ളതൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ അവന് ഇഷ്ടമാണ് ഇവിടെ അവൻ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ബുക്ക് എടുക്കുന്നതും അവരുടെ വർക്കൊക്കെ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ അവൻ്റെ വർക്ക് ചെയ്യുന്നത് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പിന്നെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില വർക്കുകളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇത് വേണ്ട. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു സ്ലീപ്പിംഗ് ലൈന് വരക്കുക. അപ്പോൾ പിന്നെ ഞാനിവിടെ ഒരു ഉറുമ്പിൻ്റെ ചിത്രം വരച്ചിട്ടുണ്ട്. അപ്പോൾ ഉറുമ്പിൻ്റെ വീട്ടിലേക്ക് നേരെ പോവാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരപ്പിക്കും. ഇപ്പോൾ അതൊന്നും അല്ല, നിങ്ങൾക്ക് എന്തൊക്കെ ഐഡിയാസാണോ തോന്നുക ഒക്കെ പറ്റും. എന്തായാലും ആദ്യം ഇങ്ങനെ സ്ലീപ്പിംഗ് ലൈൻ വരക്കുക. പിന്നെ ഈ സ്ലീപ്പിംഗ് ലൈൻ ഒന്ന് ചെറുതാക്കുക, അങ്ങനെയും പറ്റും. അങ്ങനെ ഡോട്ട് ഇട്ടിട്ട് ഒന്ന് ചെറുതാക്കിയിട്ടുള്ള സ്ലീപ്പിംഗ് ലൈൻ വരക്കുക. അപ്പോൾ അതാണ് ഇതിൽ ഉള്ളത്. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഒരു കോണി വരച്ചതാണ്. ഞാൻ അവനോട് പറയും ഇത് കോണിയാണ്. പിന്നെ കോണീൻ്റെ പിന്നെ സ്ലീപ്പിംഗ് ലൈൻ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കൂട്ടോ. അത് മറ്റേ സ്റ്റാൻഡിങ് ലൈനാണ്, ഇത് സ്ലീപ്പിംഗ് ലൈനാണ്. ഈ സ്ലീപ്പ് ലൈനിന് കൂടെ ഇങ്ങനെ പിന്നെ ഇറങ്ങി വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയും. പിന്നെ അതിൻ്റെ അടുത്തുള്ളത് നമ്മളിങ്ങനെ ഒരു സ്റ്റാൻഡിങ് ലൈൻ ഇങ്ങനെ ഒരു ചിത്രം വരച്ചു കൊടുത്താണ് ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ താഴെ ഞാൻ ഒരു ചിത്രമൊന്നും ഇല്ലാതെ വെറും സ്റ്റാൻഡിങ് ലൈൻ മാത്രം എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ സ്ലാൻഡിങ് ലൈൻ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല ഓർമ്മയുണ്ട്. മഴയുള്ളൊരു സമയത്തായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം അവനോട് പറഞ്ഞു മഴ ഒന്ന് നോക്ക്, മഴ എങ്ങനെയാണ് പെയ്യുന്നത്, അതിൻ്റെ മഴത്തുള്ളി എങ്ങനെയാണ് ഇങ്ങനെ ചെരിഞ്ഞാണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചു. സ്ലാൻഡിങ് സ്റ്റൈലിലല്ലേ മഴ പെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കണ്ടിട്ട് തന്നെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഇത് എഴുതാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സ്ലാൻഡിങ് ലൈന് റൈറ്റിലും പിന്നെ ലെഫ്റ്റിലും ചെയ്തിട്ടുണ്ട്. ഇതാണ്. പിന്നെ ഇത് ഞാൻ ആദ്യം പിന്നെ അപ്പും ഡൗണും വേറെ എഴുതി. പിന്നെ ഇത് ഒരുമിച്ചിട്ട് ആണ് പറയുമ്പോഴാണ് ഞങ്ങൾ ഇത് ആദ്യം മല കയറാൻ പോവാണ്, മൗണ്ടന് അപ്പ് ഡൗണ് എന്നിട്ട് അങ്ങനെ പറയാറുണ്ട്. പിന്നെ ഇത് ബംബി ഹംബി ലൈൻസ്. പിന്നെ ഇതിങ്ങനെ ചാടാനുള്ളതാണെന്ന് പറഞ്ഞിട്ട് ചാടി പോവാണെന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്തതിന് ശേഷം അത് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു പേജിൽ എഴുതിയതാണ്. ഇനി ഇതിൻ്റെ താഴെ അവനെ കൊണ്ട് എഴുതിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ കുറച്ചും കൂടി ആദ്യത്തിനേക്കാളും കുറച്ചും കൂടി നന്നാവും. മറ്റേ അവനിപ്പോൾ ചെയ്ത് വെച്ചത് ഞങ്ങൾക്ക് കാണിച്ചു തരാണെങ്കിൽ നിങ്ങൾക്ക് വൃത്തിയില്ലാതെ ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ അത് കാണിച്ചു തരുന്നതിനാൽ തന്നെ ഞാനിങ്ങനെ സെപ്പറേറ്റ് ചെയ്തതാണ് നല്ലതാണെന്ന് വിചാരിച്ചിട്ടാട്ടോ. പിന്നെ ഇത് കേവ് ലൈന്, റൈറ്റും പിന്നെ ലെഫ്റ്റിലുള്ള കേവ് ലൈന്. പിന്നെ ഞാൻ ഈ സർക്കിൾ, ഇപ്പോൾ ഈ കേവ് രണ്ട് അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് തിരിഞ്ഞിരിക്കുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സർക്കിൾ കുട്ടിക്ക് എന്താണെന്ന് അറിയില്ല, ഭയങ്കര ഇഷ്ടമാണ് സർക്കിൾ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് സർക്കിളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങളിങ്ങനെ പിന്നെ സ്ക്വയർ ഷേപ്പ് അങ്ങനെ വെറുതെ അവനിങ്ങനെ ഇഷ്ടം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏത് ഇതും നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്നൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ലെറ്റർ ഇപ്പോൾ ഇന്ന് മോനെ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു ഈർക്കിലി കഷ്ണം കിട്ടിയപ്പോൾ കണ്ടിട്ടുണ്ട്. പിന്നെ എ എന്ന് എഴുതിയിട്ട് ഇങ്ങനെ കാണിച്ചു തരുന്നു. അപ്പോൾ എന്താ നമ്മളിങ്ങനെ ഈ എ പഠിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ആ ലൈൻ ട്രേസ് ചെയ്യുമ്പോഴൊക്കെ ഇതിങ്ങനെ സ്ലാൻഡിങ് ലൈന്, ഇങ്ങോട്ട് സ്ലാൻഡിങ് ലൈന്, പിന്നെ സ്ലീപ്പ് ലൈനിന് അങ്ങനെയല്ലേ നമ്മളിങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ കുട്ടീൻ്റെ മനസ്സിലുണ്ടാവും. അപ്പോൾ ഇങ്ങനെ തനിയെ ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക് ആ ഒരു അത് എങ്ങനെയാണ് ഓരോ ലൈനും പോകുന്നത് എന്നൊക്കെ കുട്ടികളുടെ മനസ്സിലാക്കാനും നമുക്ക് പിന്നെ ലെറ്ററുമൊക്കെ അത് ചെയ്യുന്ന സമയത്തും ഇങ്ങനെ സ്ലീപ്പിംഗ് ലൈൻ, സ്ലാൻഡിങ് ലൈൻ, കേവ്, ബാത്ത് അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ കുട്ടികൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ പിന്നെ ഈ ഒരു സെഷനും കൂടി നിങ്ങൾ ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം പറയാം, ഇപ്പോൾ നമ്മൾ ഒരു ABCൻ്റെ ആപ്പ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിലും ലെറ്റേഴ്സിൻ്റെ ഒരു ട്രേസിംഗ് ആണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇനി ഇങ്ങനെ സ്ലീപ്പിങ്ങും സ്റ്റാൻഡിങ്ങും ഒക്കെ സ്ലീപ്പിങ്ങിൻ്റെയും സ്ലാൻഡിങ്ങിൻ്റെ ഒക്കെ ട്രേസിംഗ് ഉള്ള ഒരു ആപ്പിൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ അറിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പിന്നെ അറിയിക്കുകയാണെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുകയാണെങ്കിൽ നന്നായിരുന്നു. ഇത് തുടങ്ങിയ ഒരു കുട്ടികളുടെ പാരൻസിനോട് നിങ്ങളും ചോദിച്ചു നോക്കുകൊണ്ടു. പിന്നെ അപ്പോൾ കുട്ടി ഇങ്ങനെ എഴുതാനൊക്കെ ഇങ്ങനെ മടിയുണ്ടോ, അങ്ങനെ കൈ വേദന ഒക്കെ പറയാറുണ്ടോ എന്നൊക്കെ ചോദിച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ അവരെ പറഞ്ഞു തരും നിങ്ങൾക്ക്, കുട്ടിക്ക് ഭയങ്കര മടിയായിരുന്നു ആദ്യമൊക്കെ, പിന്നെ അങ്ങനെ ശരിയായി എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മളെ കുട്ടികളെ ഈ ഒരു പിന്നെ ലെറ്റേഴ്സും അക്ഷരങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ഒരു സ്റ്റേജിലൂടെ ആദ്യം കുട്ടികളെ കൊണ്ടുപോകാം. അപ്പോൾ കുട്ടികൾക്ക് തന്നെ കുറേയൊക്കെ കുട്ടികളെ ഭയങ്കര ഈസി ആയിട്ട് കൊണ്ടുപോകാനത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പിന്നെ ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വന്നിട്ട് രണ്ടാക്കും വലിയ സുഖമൊന്നുമില്ല, ചെറിയ രണ്ടാക്കും സുഖമില്ല.
അപ്പോൾ പിന്നെ നമ്മളെ ബ്ലെൻഡിങ്ങിൻ്റെ വീഡിയോ ചെയ്യാനുണ്ട്. ഒരുപാട് വീഡിയോസൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാനുണ്ട്. അപ്പോൾ കുഞ്ഞിൻ്റെ ഒരു അസുഖം വിചാരിച്ചിട്ട് ഇങ്ങനെ കുറച്ചൊരു അവനൊന്ന് ഉഷാറാകട്ടെ എന്ന് വെച്ചുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ ഈ സിമ്പിളായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും അതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോവാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം. അതുവരെ ബൈ.